Okay, students, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 12, സെയിം എക്സസൈസ് നമ്പർ 9.3. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. The sum of first three terms of a GP is 39/10 and their product is 1. Product is 1. Find the common ratio and the terms. Common ratio എന്ന് പറയുമ്പോൾ 6 കണ്ടുപിടിക്കാം, and the terms എന്ന് പറയുമ്പോൾ അതിന്റെ റിക്വയർഡ് ടേംസ് സീക്വൻസ് കണ്ടുപിടിക്കാം. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാം? ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് ത്രീ ടേംസ് ഓഫ് GP is 39/12 എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതും? നമുക്ക് നമ്മുടെ മൈൻഡിൽ വരുന്നത് AR സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ A+AR² തരും. പക്ഷെ അത് എടുത്തുകൊണ്ട് നമുക്ക് ഇവിടെ ചെയ്യാനുള്ള ചില സാങ്കേതിക ബുദ്ധിമുട്ട് വരും. അത് വരുന്നതുകൊണ്ട് നമുക്ക് ആ സീക്വൻസ് എടുക്കരുത്. അത് നോർമലി നമ്മൾ എടുക്കുന്നത് എങ്ങനെയായിരിക്കും എടുക്കുന്നത്? AR² എന്നാണ് എടുക്കുക. അപ്പോൾ സം ഓഫ് ഫസ്റ്റ് ത്രീ ടേംസ് ഓഫ് എ GP is അപ്പം A+AR+AR² എഴുതാനുള്ള ഒരു ടെൻഡൻസി വരും. അങ്ങനെയായിരിക്കും അധികം ആൾക്കാർ എഴുതി എന്ത് സംഭവിക്കുന്നു നമുക്ക് നോക്കാം. സമ്മ് വരുമ്പോൾ ഇങ്ങനെ എഴുതി കോമൺ. their product എന്ന് പറയുമ്പോൾ 1 ആണ്. അപ്പൊ ഇവിടെ A³ R³ 1 ആണ്. അപ്പൊ ഇവിടെ ഇങ്ങനെയാണ് കിട്ടുന്നത്. അവിടെ വേണമെങ്കിൽ A കോമൺ ടേം എടുക്കാം. അപ്പൊ നമുക്ക് കാൽക്കുലേഷന് ചില ബുദ്ധിമുട്ട് വരും. അപ്പൊ ഇങ്ങനെ എടുത്തിട്ട് കാര്യമില്ല. ഓക്കെ, സോ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ആണ്, അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. അവിടെ നമ്മൾ സീക്വൻസ് എടുക്കുന്നത് A/R AR. പക്ഷെ ഇത് GP ആയിരിക്കണം. സെക്കൻഡ് ഡിവൈഡ് ബൈ ഫസ്റ്റ് എടുക്കുമ്പോൾ സെയിം ആണ് നോക്കാം. സെക്കൻഡ് ഡിവൈഡ് ബൈ A/R ആണ്. സോ പ്രോഡക്റ്റ് ഡിവിഷൻ ഓഫ് പ്രോഡക്റ്റ് ആകുമ്പോൾ R/A ആണ്. സോ കിട്ടുന്നത് ഇവിടെ തേർഡ് ഡിവൈഡ് ബൈ സെക്കൻഡ് എടുക്കുമ്പോഴും AR എടുക്കുമ്പോഴും R കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇത് GP ആണെന്ന് നമുക്ക് എടുക്കാം, ഡയറക്റ്റിൽ എടുക്കാം. അപ്പൊ ഈ ഒരു ടേംസ് ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ യൂസ് ചെയ്യുന്നുള്ളൂ എന്ന കാര്യം മനസ്സിലാക്കി വെക്കാം. അപ്പം R in GP എന്ന് എടുത്തു. R in geometric progression. Therefore, the sum of first three terms, 3 ടേം എടുത്തു, അതിന്റെ സം ആണ് എടുക്കേണ്ടത്. A/R plus A+AR equal to 39/10. Okay, വേണമെങ്കിൽ ഇക്വേഷൻ നമ്പർ കോൾ ചെയ്യാം. എന്താ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ സമ്മിന് ഒരു പ്രോഡക്റ്റ് എടുക്കാം. A/R AR equal to 1. സോ ആറും ക്യാൻസൽ ചെയ്ത് പോയി. A³ equal to 1. Therefore A equal to cube root of 1. Cube root എന്ന് പറയുന്നത് 1 തന്നെയാണ്. സ്ക്വയർ ആകുമ്പോൾ A² equal to 1 ആണെങ്കിൽ A equal to +or-1 ആണ്. ഓക്കെ, അതിലാണ് അങ്ങനെ വരുന്നത്. ഓക്കെ, അപ്പൊ എന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ആ വാല്യൂ എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് കൊടുക്കുക. ഇക്വേഷൻ 1 കൊടുക്കുക. ഇക്വേഷൻ 1 കൊടുക്കുമ്പോൾ 1/R plus A ആണല്ലോ 1 കൊടുക്കുന്നത്. സോ 1/R plus 1 plus 1 into R equal to 39/10 എന്ന് കിട്ടും. സോ ഇവിടെ നമുക്ക് ക്ലിയർ ചെയ്യാം. 1 plus R plus R² R equal to 39/10. ഇനി ഒന്നും കൂടി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 10 into 1 plus R+R² equal to 39 into R എന്ന് വരും. ഓക്കെ, ഇനി 10 കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 10 plus 10R plus 10R² equal to 39R. ഇനി ഇതിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കാം. 10 plus 10R plus 10R² minus 39R equal to 0. ഇത് രണ്ട് സെയിം ആണ്. അപ്പോൾ അത് കൃത്യമായിട്ട് എഴുതാം. 10R² സബ്ട്രാക്ട് ചെയ്യുമ്പോൾ മൈനസ് 29R plus 10 equal to 0. അപ്പോൾ it is in the form of quantification. whose term is R. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? സോ R equal to quantification വാല്യൂ കണ്ടുപിടിക്കണം. -b plus or minus square root of b² minus 4ac/2a ആണ്. സോ -b എന്ന് പറയുമ്പോൾ -29 plus or minus square root of -29 square minus 4 into 10 into 10 AC ആണ്, all divided by 2 into 10. So 29 plus or minus square root of
29 whole square ആണ്. So reverse process എന്ന് പറയുന്നത് is 400. So 29 into 29. 8. So that one. Hmm. 26. So 140 balance 1. So 841 all divided by 20. So that equal to 29 plus or minus square root of subtract 441 divided by 20. So 29 plus or minus square root under that equal to 21. 21 whole square on 20. So 21 into 21 that equal to 1, 2, 4, 2, 4. That equal to 441. Okay. So ഇവിടെ രണ്ട് കേസ് ആയിട്ട് മാറും. കേസ് 1 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എടുക്കണം? R equal to 29 plus 21 by 20. So that equal to 30, 50 by 20. That equal to 5 by 2. Okay. 20 times 5 by 2, 2.5 ആയിട്ടുണ്ട്. അങ്ങനെ തന്നെ ഉണ്ടോ? കേസ് 2 എന്ന് പറയുന്നത് R equal to 29 minus 21 by 20. So that equal to subtract 8 by 20 വരും. So 8 by 20 വരുമ്പോൾ നമുക്ക് എങ്ങനെ രണ്ട് ഈവൺ നമ്പർ ആണ്. നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 4ഉം കോമൺ ആയിട്ട് വരും. So 2 by 5. അപ്പോൾ 2 by 5 എന്ന് വരും. So R equal to 2 by 5. അപ്പോൾ നമുക്ക് ഈ ഒരു കേസിൽ 6 കിട്ടി, ഈ ഒരു കേസിൽ 6 കിട്ടി. അപ്പോൾ രണ്ട് കേസസ് ആയിട്ട് ആൻസർ ചെയ്യണം. A എന്ന് പറയുന്നത് കോമൺ ആണ്. A equal to 1 ഇത് കോമൺ. സോ നമ്മുടെ സീക്വൻസ് എന്ന് പറയുന്നത് A by R, A, AR ആണ്. സോ ഇവിടെ ആറിന്റെ വാല്യൂം എന്റെ വാല്യൂം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എന്റെ വാല്യൂ 1 by 5 by 2, 1, 5 by 2 into 1. 5 by 2 എന്ന് പറയുമ്പോൾ 2 by 5, 1, 5 by 2. ഇതാണ് ഇതിന്റെ ആൻസർ. ഇവിടെ അതേപോലെ A equal to 1 എടുക്കുമ്പോൾ ഇവിടെയും അതേ സീക്വൻസ് A by R, AR ആണ്. സോ A 1 by 2 by 5, 1, 6, 2 by 5. സോ ഡിവിഷൻ പ്രോഡക്റ്റ് ആക്കി വരുമ്പോൾ 5 by 2, 1, 2 by 5. അപ്പോൾ രണ്ട് ആൻസർ ആയിട്ട് നിങ്ങൾ എഴുതിയിട്ട് കൺക്ലൂഡ് ചെയ്യാം. ഇതാണ് ഈ പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ. കണ്ണാടി A1 അല്ല, അത് പ്രശ്നം വരുന്നില്ല. തെറ്റുന്നുണ്ടെങ്കിൽ എഴുതിയില്ല, പക്ഷേ A1. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 30th one. How many terms of GP? How many terms of GP? 3 square, 3 cube, etc. are needed to give this sum 120. How many term എന്ന് കേൾക്കുന്നത് തന്നെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്തത് സ്മോൾ ലെറ്റർ n ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് മനസ്സിലാക്കുക. ഇത് GP ആണ് തന്നിട്ടുണ്ട്. സോ n ആണ് ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുള്ളത്. സം SN ഇവിടെ തന്നിട്ടുണ്ട് 120. A equal to 3. R equal to second divided by first, that equal to 3. 3 greater than 1 ആണല്ലോ. നമുക്ക് SN രണ്ട് ഫോർമുല ഉണ്ട്, അതുകൊണ്ടാണ് അത് ചെക്ക് ചെയ്യണം. Therefore SN equal to A into R raised to n minus 1 divided by R minus 1. So SN എന്ന് പറയുന്നത് 120 equal to 3 into R. കോമൺ റേഷ്യോ ആണ് R എന്ന് പറയുന്നത്. R equal to 3. അപ്പോൾ 3 raised to n minus 1 divided by 3 minus 1. Okay. So 120 equal to 3 into 3 raised to n minus 1 by 2 എന്ന് വരും. ഇപ്പൊ ഞാനിവിടെ ചെയ്യുന്നത് ഏത് മെത്തേഡിലും ചെയ്യാം. ആദ്യം ഒന്നേക്ക് ഇത് ഇങ്ങോട്ട് കൊണ്ടുവരാം, ഓരോന്നായിട്ട് ചെയ്യാം, അതായിരിക്കും നല്ലത്.
അപ്പോൾ ആദ്യം ഞാൻ 2 ഇങ്ങോട്ട് എടുക്കും. അപ്പോൾ 2 ഇങ്ങോട്ട് എടുക്കുമ്പോൾ 240 ഈക്വൽ ടു 3 ഇൻറ്റു 3⁻n−1. 3 ഇങ്ങോട്ട് വരുമ്പോൾ ബൈ ആയിട്ട് മാറും. ന്യൂമറേറ്റർ ഇങ്ങോട്ട് ബൈ ആയിട്ട് വരും. അപ്പോൾ ഇങ്ങനെയാണ് വരാം. 240/3 ഈക്വൽ ടു 3⁻n−1. ഡിവൈഡ് ചെയ്യുമ്പോൾ 80 ഈക്വൽ ടു ഇവിടെ 8 0 3⁻n−1. 1 ഇങ്ങോട്ട് എടുക്കാം. So 80 plus 1 equal to 3⁻n. So 81 equal to 3⁻n. അപ്പോൾ ഇവിടെ 3ന്റെ പവർ ആയിട്ടാണ് വരുന്നത്. അപ്പം ഇതിനെയും 3ന്റെ പവർ ആയിട്ട് എക്സ്പ്രസ് ചെയ്യും. അപ്പോൾ 3 into 3 9, 9 into 3 27, 27 into 3 81. So 3⁴ ആണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. ഇവിടെ എന്തിന്റെ ബേസ് എന്താണെന്ന് നോക്കാം, അതിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് ഇവിടെ എടുത്താൽ മതി. ഓക്കെ, അതെന്തായാലും ബാലൻസ്ഡ് ആയിരിക്കും. സോ ബേസ് രണ്ടിനും ബേസ് സെയിം ആണ്. സോ വി ക്യാൻ കമ്പയർ ദെയർ ഓൺ ഡിഗ്രി. സോ n ഈക്വൽ ടു 4 എന്ന് ആൻസർ ചെയ്യും. സോ n ഈക്വൽ ടു 4 ഇതാണ് ഇവിടെയുള്ള ആൻസർ. സോ ആ രീതി നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 14th ക്വസ്റ്റ്യൻ. 14th പറയുന്നത് ക്വസ്റ്റ്യൻ തന്നെ ലെങ്തി ആയിട്ട് വരും. ദി സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് ഓഫ് എ GP ഈസ് ദി സം ഓഫ് first 3 terms of a GP is 60 and the sum of the next terms is next 3 terms is 128. Next 3 terms is 128. So determine the first term, the common ratio, the common ratio, and the sum to n terms of the GP. And the sum to n terms of the GP. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം, ഓരോന്നായിട്ട് ഭംഗിയായിട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് സം ഓഫ് SEM ആണ്. ഫസ്റ്റ് 3 ടേംസ് ഓഫ് GP, ആദ്യത്തെ 3 പദങ്ങളുടെ തുക 16 ആണ്. അത് കഴിഞ്ഞ് സം ഓഫ് നെക്സ്റ്റ് 3 ടേംസ് ഈസ് 128. അപ്പോൾ ഇവിടെ എടുക്കേണ്ടത് നമ്മൾ സാധാരണ എടുക്കുന്ന പോലെ ദി ടേംസ് ആർ AR സ്ക്വയർ. ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ നേരത്തെ എടുത്ത പോലെ A/R AAR എടുക്കേണ്ട. ഓക്കെ, അപ്പോൾ സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് പറയുമ്പോൾ ഇതാണ് 3 ടേം, അടുത്ത AR³ അങ്ങനെയൊക്കെ എടുക്കാം. സോ A പ്ലസ് AR പ്ലസ് AR സ്ക്വയർ ഈക്വൽ ടു 16 ആണ്. അപ്പോൾ നമുക്കത് കാണുമ്പോൾ ഇവിടെ പൊതുവായിട്ട് എടുക്കാൻ വേണ്ടി A ഔട്ടർ ടേം എടുക്കാം. സോ 1 പ്ലസ് R സ്ക്വയർ ഈക്വൽ ടു 16, ഇക്വേഷൻ നമ്പർ 1. സം ഓഫ് നെക്സ്റ്റ് 3 ടേംസ്, ഇത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത 3 ടേം എങ്ങനെ എഴുതണം? AR³ AR4 A into R⁵5 ഈക്വൽ ടു 128. അപ്പോൾ ഇവിടെ നമുക്ക് കോമൺ ടേം എടുക്കാൻ പറ്റുന്നതൊക്കെ എടുക്കാം. ഇത് മൊത്തം എടുക്കാം 1. ഇവിടെ ബാലൻസ് വരുന്ന 6, ഇവിടെ ബാലൻസ് വരുന്ന R സ്ക്വയർ ഈക്വൽ ടു 128. ക്വസ്റ്റ്യൻ നമ്പർ 2. ഇനി 1 ഉം 2 ഉം മാത്രം കമ്പയർ ചെയ്യാം. 1 ഉം 2 ഉം മാത്രം എടുത്താൽ മതി, വേറെ ഒന്നും നോക്കണ്ട. അപ്പോൾ ഏതാണ് ഹയർ അത് ഉപയോഗിച്ച് മറ്റേത് ഡിവൈഡ് ചെയ്യാം. അപ്പം 2 ഡിവൈഡഡ് ബൈ 1 ഇങ്ങനെ എടുക്കാം. 2 ഡിവൈഡ് ബൈ, അപ്പോൾ നമുക്ക് എങ്ങനെ ഇടാം? AR³ 1 പ്ലസ് R സ്ക്വയർ ഡിവൈഡ് ബൈ A ഇൻറ്റു 1 പ്ലസ് R സ്ക്വയർ ഈക്വൽ ടു 128 ഡിവൈഡ് ബൈ 16. സോ എയും എയും ക്യാൻസൽ ചെയ്ത് പോയി, ഈ ടേമും ക്യാൻസൽ ചെയ്തു. സോ ബാക്കി R³ ഈക്വൽ ടു ഇത് എത്ര ടൈം പോകുമെന്ന് നോക്കാം. എത്ര ടൈം പോകും? 8 ടൈം പോകും. Balance on 120. So that equal to 8. So for R equal to cube root. Cube root എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു 3 ഇട്ടാണ്, ഇതാണ് ക്യൂബ് റൂട്ട്. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതുന്നത് 8⁻1/3. ഇത് രണ്ടും സെയിം ആണ്. So that equal to 2 ആണ് ആൻസർ. So common ratio R equal to 2 എന്ന് കിട്ടും. കോമൺ റേഷ്യോ കിട്ടുവാണെങ്കിൽ നമുക്ക് ഏറ്റവും സിമ്പിൾ ഇക്വേഷൻ 1 ആണോ 2 ആണോ? ഇക്വേഷൻ 1ൽ കൊടുക്കാം. 1 implies
a into 1 plus 2 plus 2 square equal to 16 ആണ്. So a into 1 plus 2 plus 4 equal to 16 ആണ്. So a into 7 equal to 16. So a equal to 16 by 7. അപ്പോൾ ഇവിടെ കോമൺ റേഷ്യോ കിട്ടി, എയും കിട്ടി. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സം ടു n ടേംസ് ഓഫ് ജി പി കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് എഴുതണം? കോമൺ റേഷ്യോ 6 ആണ്, എസ് എൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. കോമൺ റേഷ്യോ 6 എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 1 ആണ്. ഓക്കെ, അപ്പോൾ എസ് എൻ ഈക്വൽ ടു എ ഇൻറ്റു ആർ റേസ് ടു എൻ മൈനസ് 1 ഡിവൈഡ് ബൈ ആർ മൈനസ് 1 ആണ്. Therefore എസ് എൻ ഈക്വൽ ടു എ 16 by 7 2 raised to n minus 1 divided by 2 minus 1. So 16 by 7 into r raised to n minus 1 by 1. പിന്നെ ഇവിടെ വേറെ ഒന്നും ചെയ്യാനല്ല, നമുക്ക് സം ടു n ടേംസ് ഓഫ് ജി പി അല്ലോ, ഇവിടെ സിംപ്ലിഫിക്കേഷനോ അങ്ങനെയൊന്നുമില്ല. പിന്നെ എസ് എന്നിന് മാറുമ്പോൾ ഇവിടെ മാറ്റി കൊടുക്കുക, ആ ഒരു കാര്യം മാത്രമേ നമുക്ക് ഇവിടെ ചെയ്യാനുള്ളൂ. അധികം അതിൻ്റെ സ്റ്റെപ്സ് ഒന്നും എഴുതാനൊന്നും പറയുന്നില്ല, ആ കാര്യം കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ given a GP 15th question ആണ്. given a GP with a equal to 729 and seventh term is 64. determine S7. സോ ഇതും S7 കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ S7 സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന കണ്ടീഷൻ a equal to 729 ആണ്. സെവൻത് ടേം ഈസ്, സോ A7 equal to 64 ആണ്. S7 ഫൈൻഡ് ഔട്ട് ചെയ്യണം. സോ A7 എന്ന് പറയുമ്പോൾ a into r raised to 7 minus 1 equal to 64 ആണ്. സോ a into r raised to 6 equal to 64 ആണ്. സോ r raised to 6 equal to 64 by a ആണ്. that equal to a തന്നിട്ടുണ്ട്. 64 by 729 ആണ്, r raised to 6. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ഉപയോഗിച്ചാൽ നമുക്ക് കോമൺ റേഷ്യോ വേണം. r raised to 6 എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ കോമൺ റേഷ്യോ. അപ്പോൾ r ഈക്വൽ ടു കിട്ടണം. r ഈക്വൽ ടു കിട്ടുമ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ മതി, ഇത് ഏതോ രണ്ട് നമ്പേഴ്സാണ്, ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ. അതിന്റെ 6th പവർ ആയിട്ട് വരുന്നുണ്ടാവും. ഇവിടെ 6th പവർ വരുമ്പോൾ ഇവിടെയും ഏതോ നമ്പേഴ്സിന്റെ 6th പവർ ആയിട്ട് വരണം. അപ്പോൾ ഏറ്റവും 1ന്റെ അല്ല, 2 നോക്കുമ്പോൾ 2 into 2 into 6 ടൈം എടുക്കാം. So 4 16 into 6 64 ആണ്. അപ്പോൾ കിട്ടുന്നുണ്ട്. സോ ഇതാണെങ്കിലോ തൊട്ടടുത്ത നമ്പർ ആയിരിക്കും. സോ നമുക്ക് എങ്ങനെ എഴുതാം ധൈര്യത്തിൽ? 2 raised to 6 ഉം 3 raised to 6 ആണ്. അതിന് r raised to 6 equal to 2 by 3 whole raised to 6 എന്ന് എഴുതും. സോ 6 റൂട്ട് എടുക്കുമ്പോൾ r equal to 2 by 3 എന്ന് എഴുതും. ഇത് ലെസൺ 1 ആണ്. സോ ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട്, കോമ്പറ്റീഷൻ ലെസൺ 1 ആണ്. നമുക്ക് S7 കണ്ടുപിടിക്കണം. സോ S7 equal to, അത് SN എടുക്കാം. SN equal to, SN 1 ആയതുകൊണ്ട് a into 1 minus r raised to n divided by 1 minus r ആണ്. സോ S7 equal to a എന്ന് പറയുമ്പോൾ 729 1 minus common ratio 2 by 3 n എന്ന് പറഞ്ഞാൽ 7 ആണ്. സോ ഹോൾ ഡിവൈഡ് ബൈ 1 minus 2 by 3. ഇനി ഇവിടെ ഇതിനെ എക്സ്പാൻഡ് ചെയ്യണ്ട, ഇതിനെ വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്യുക. 1 minus 2 by 3 ആണ്. സോ 3 minus 2 by 3. സോ 1 by 3 എന്ന് കിട്ടും. സോ 1 by 3 729 1 minus 2 by 3 whole raised to 7 divided by 1 by 3. സോ നേരെ ഇങ്ങോട്ട് എടുക്കാം. 729 into 3. സോ 1 minus 2 by 3 whole raised to 7. ഇതിനൊന്ന് ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എഴുതുന്നത് നമ്മൾ ആൻസർ ആയിട്ട് മാറും. സോ നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ ഇങ്ങനെ എഴുതി ഒരു ഫ്ലോയിൽ നമുക്ക് വൃത്തിയിൽ നമുക്ക് പോകാൻ പറ്റും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സെക്ഷൻ ഓക്കെ കുട്ടികളെ,
നമുക്കിനി അടുത്ത പ്രോബ്ലത്തിലോട്ട് കിടക്കാം. പ്രോബ്ലം എന്ന് പറയുന്നത് 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 16. ഫൈൻഡ് എ GP for which sum of the first two terms is -4 and the fifth term is 4 times the third term. 4 times the third term. Find a GP for which the sum of first two term is -4 and the fifth term is 4 times the third term. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയി വരുന്ന ഫിഫ്ത്ത് ടേം ഈസ് 4 times the third term. GP ആണ് കണ്ടുപിടിക്കേണ്ടത്. GP എന്ന് പറഞ്ഞാൽ സീക്വൻസ് കണ്ടുപിടിക്കണം. ദി സം ഓഫ് ഫസ്റ്റ് ടു ടേം ഈസ് ഇത്. അപ്പോൾ രണ്ട് കണ്ടീഷൻ ഇവിടെ തന്നിട്ടുണ്ട്. സം ഓഫ് ഫസ്റ്റ് ടു ടേം ഈസ് -4 എന്ന് വരുമ്പോൾ നമ്മൾ എങ്ങനെ എടുക്കണം? A plus AR equal to -4. പിന്നെ കൊടുക്കാം. അടുത്തത് ഇവിടെ നമുക്ക് A കോമൺ ആയിട്ട് എടുക്കാം. അത് നോക്കിയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അടുത്തത് ഫിഫ്ത്ത് ടേം ഈസ്, അതായത് A5. ഫിഫ്ത്ത് ടേം ഈസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ 4 times the third term. ഇങ്ങനെയാണ് എഴുതുന്നത്. അപ്പോൾ അതിനൊന്ന് മാറ്റി എഴുതുകയാണെങ്കിൽ A ഇൻറ്റു r⁵ 5 - 1 equal to 4 into A into r⁵3 - 1. A into r⁴ equal to 4 into r square. എയും എയും ക്യാൻസൽ ചെയ്യാം, സ്ക്വയറും കോൺസ് ക്യാൻസൽ ചെയ്തു. അപ്പോൾ r square equal to 4, r equal to ±2 അങ്ങനെ കിട്ടും. അപ്പോൾ കോമൺ റേഷ്യോ 2 കിട്ടിയിട്ടുണ്ട്. നിലവിൽ കോമൺ റേഷ്യോ 2 കിട്ടിയിട്ട് കഴിഞ്ഞു. അപ്പോൾ 2 കിട്ടുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അത് നമ്മൾ 2 കേസസ് ആയിട്ട് വേണം ചെയ്യാൻ വേണ്ടി. 2 കേസസ് ആയിട്ട് നമ്മളത് ചെയ്യണം. അപ്പോൾ ചെയ്യണം. കേസ് 1 ആയിട്ട് എടുക്കാം. കേസ് 1 എന്ന് പറയുന്നത് r equal to 2 എടുത്തു. GP ഫോം ചെയ്യണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടേം കൂടി അറിയണം. എന്നാലും ഫസ്റ്റ് ടേമിനോട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് പോകാം. അപ്പോൾ r കിട്ടുക നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. A plus AR equal to -4 ആണ്. അപ്പോൾ അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ആറിൻ്റെ അവിടെ വാല്യൂ എടുക്കുക. A plus A into 2 -4. 3A equal to -4. A equal to -4/3. 8. A കിട്ടിക്കഴിഞ്ഞാൽ r അറിയാം, എയും കിട്ടി. സോ ഇത് രണ്ടും ഉപയോഗിച്ച് ഫസ്റ്റ് ടേം -4/3. സെക്കൻഡ് ടേം കിട്ടണമെങ്കിൽ കോമൺ റേഷ്യോ കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -8/3. ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ, ഇതിന് വീണ്ടും 2 കൊണ്ട് മൾട്ടിപ്ലൈ, 16/3 ആൻഡ് സോ ഓൺ. ഇതാണ് GP. ഇനി കേസ് 2 എന്ന് പറയുന്നതും ഇതേപോലെ ഒന്ന് മാറ്റി എഴുതിയാൽ മതി. കാരണം r-ന് 2 വാല്യൂ ഉണ്ട്. എന്ന കാര്യം മനസ്സിലാക്കുക. എന്താ നമുക്ക് 2 വാല്യൂ പ്ലസും മൈനസും. സോ r equal to -2 എന്ന് എടുക്കാം. അതും ഇതേ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. A plus A into -2 equal to -4 ആണ്. A minus 2A equal to -4 ആണ്. minus A equal to -4 ആണ്. നെറ്റ് ക്യാൻസൽ ചെയ്യാം. സോ A equal to നമുക്ക് 4 എന്ന് പറഞ്ഞ ആൻസർ ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് ടേം അറിയാം, കോമൺ റേഷ്യോ അറിയാം. ഇപ്പോൾ 4, അത് മൾട്ടിപ്ലൈ ചെയ്യാം. -8, അതിന് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -2 കൊണ്ടാണല്ലോ മൾട്ടിപ്ലൈ. അപ്പോൾ +16, ആൻഡ് സോ ഓൺ.
അങ്ങനെ എഴുതി നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം അവിടെ മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് പെട്ടെന്നൊരു റഫ് വർക്ക് നടത്തി നമ്മൾ പെട്ടെന്ന് കിട്ടുക. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് മാറ്റം വരുത്തിയിട്ട് 2 ആൻസറായിട്ട് എഴുതിയാൽ മതി. രണ്ട് രീതിയിലുള്ള ആൻസറായിട്ട് എഴുതും. അതാണ് ഇവിടെ പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഉള്ള ക്വസ്റ്റ്യൻ ആണ്. സം ഓഫ് n ടേംസ് ഓഫ് ദി സീക്വൻസ് find the sum to n terms of the sequence. Find the sum to n terms of the sequence 8, 88, 800, 8, etc. Find the sum to n terms. അപ്പോൾ എസ് എൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഒരുപാട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ എസ് എൻ ഈക്വൽ ടു 8 പ്ലസ് 88 പ്ലസ് 888 പ്ലസ് എക്സെട്ര 8. ഇതിൽ നിന്ന് കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുന്ന 8 ആണ്. സോ 1 പ്ലസ് 11 പ്ലസ് എക്സെട്ര 8 ഇൻറ്റു ഇതിന് അടുത്ത് ചെയ്തിട്ട് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് ഒരേ ഈ നമ്പർ തന്നെ ചെയ്യേണ്ടത്, വേറെ നമ്പർ എടുക്കരുത്. ഓക്കെ, 1 പ്ലസ് 11 പ്ലസ് എക്സെട്ര. അടുത്ത് എന്താണ് 8/9. ഈ 9 അകത്തോട്ട് എടുക്കാം. 9 പ്ലസ് 99 പ്ലസ് 900 പ്ലസ് എക്സെട്ര 8/9. ഇത് നമുക്ക് 10ഉമായിട്ട് കണക്ട് ചെയ്യുക. 10 മൈനസ് 1 ആണ് 9. ഓക്കെ, 100 മൈനസ് 1 ആണ് 99 പ്ലസ് 1000 മൈനസ് 1 ആണ് വാല്യൂ. 8/9 ഇൻറ്റു ഇതിൽ വരുന്ന എല്ലാ ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, ആദ്യത്തെ ടേം അത് ഒന്നിച്ച് എഴുതാം. 1000 പ്ലസ് എക്സെട്ര. അടുത്ത് -1 എക്സെട്ര ഇങ്ങനെ വരും. സോ 8/9 ഇൻറ്റു ഇവിടെ എന്ന് പറയുന്നത് ഇത് എ പി ആണോ ജി പി ആണോ നോക്കണം. ജി പി തന്നെ ആയിരിക്കും ഫസ്റ്റ് ടേം ഇതായിട്ടും. കോമൺ റേഷ്യോ സെക്കൻഡ് ഡിവൈഡ് ഫസ്റ്റ് കഴിയുമ്പോൾ 10 ആണ്. അപ്പോൾ എ ഈക്വൽ ടു 10 ആണ്, ആർ ഈക്വൽ ടു 10 ആണ്, സോ ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പോൾ എസ് എൻ ഇവിടെ കണ്ടുപിടിക്കണം. അപ്പോൾ എസ് എൻ്റെ ഫോർമുല എ ഇൻറ്റു r⁻n - 1 ഡിവൈഡ് ബൈ r-1 മൈനസ് ഓഫ് എല്ലാത്തും മൈനസ് ഉണ്ട്. 1 പ്ലസ് എക്സെട്ര. അത് n ടേംസ് വരെ പോകും, കാരണം എസ് എൻ ആണ് പറയുന്നത്, n ടേംസ്. ഓക്കെ, ഈ 8/9 കൊണ്ട് ഒരു കാര്യമില്ല, അതിങ്ങനെ എഴുതി പോയാൽ മതി. ഇവിടെ നമ്മൾ അതായത് ടേമിൽ അവിടെ കൊടുത്താൽ മതി. ഓക്കെ, എൻ്റെ വാല്യൂ 10 ആണ്. 10⁻n - 1 ഡിവൈഡ് ബൈ 10 - 1 മൈനസ് 1 പ്ലസ് എക്സെട്ര n. ലാസ്റ്റ് n ആണ്. n എന്ന് പറയുമ്പോൾ 1 ഇൻറ്റു n. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2 പ്ലസ് എക്സെട്ര n ടൈംസ് ആണെങ്കിൽ 2 ഇൻറ്റു n എന്ന് വരും. അപ്പോൾ ഇങ്ങനെയാണ് വിചാരിക്കുക. 2 പ്ലസ് എക്സെട്ര നമുക്ക് കൗണ്ടബിൾ ആണെങ്കിൽ അത് കൗണ്ട് ചെയ്തിട്ട് ആ 2 ഇൻറ്റു എത്രയാണ് എണ്ണിയിട്ട് എഴുതണം. ഇപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. 2 പ്ലസ് 11 2. അപ്പോൾ അവിടെ എന്ത് എഴുതണം? 2 ഇൻറ്റു 11 എന്നാണ് എഴുതേണ്ടത്. ഇവിടെ നമുക്ക് n ആണ് ലാസ്റ്റ് ടേം. ഇപ്പോൾ ലാസ്റ്റ് ടേം ആണ് ഇവിടെ എഴുതേണ്ടത് എന്ന ഒരു ഐഡിയ ഇവിടെ നിങ്ങൾക്ക് ഫോർമാറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും. ഇതൊന്നും ചെയ്യാനില്ല, നമ്മൾ ആൻസറായി 8/9 10 ഇൻറ്റു ഇതിനൊന്നും എക്സ്പാൻഡ് ചെയ്യാനൊന്നുമില്ല, ഇത് നമുക്ക് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം -n. ഇത്ര എഴുതിയാൽ മതി. പിന്നെ ഇത് ബ്രാക്കറ്റൊക്കെ റിമൂവ് ചെയ്ത് ഒരു സ്റ്റെപ്പും കൂടിയും എടുത്ത് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. അതായത് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ നമുക്ക് ഒരു സ്റ്റെപ്പും കൂടി നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാം.
സോ സാധാരണയായിട്ട് നമ്മൾ എക്സാമിന് നോക്കുവാണെങ്കിൽ 4 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് പുതിയ മെത്തേഡിൽ ചോദിക്കാം. അപ്പോൾ ഇങ്ങനൊരു ഈ ഒരു മോഡലിൽ കണ്ടാൽ തന്നെ ഇതന്നെ ആയിരിക്കും ഉറപ്പിച്ച് വെക്കുക, വേറെ വരാൻ സാധ്യതയില്ല എന്ന് വേണം നിങ്ങൾ ചെയ്യാൻ പോകേണ്ടത്. ഇനി ഇതേ മോഡലിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. 5,55, 555 etc. So Sn equal to 5 plus 55 plus 555 plus etc. So 5 into 1 plus 11 plus etc. So നമ്മൾ എന്ത് ചെയ്യണം? 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതും ക്യാൻസൽ ചെയ്ത് തന്നെ കിട്ടും, അതാണ് അവിടെ ഉദ്ദേശം. 5/9 into 9 കൊണ്ട് മൾട്ടിപ്ലൈ, 9 plus 99 plus etc. Okay. 5/9 into 10 minus 1, 100 minus 1, 1000 minus 1 plus etc. So 5/9 ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഒന്നിച്ച് കളക്ട് ചെയ്യാം. അപ്പം അതിൻ്റെ സൈൻ നോക്കണം. സൈൻ ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ട് പ്രശ്നം വരുന്നില്ല, എക്സെട്ര. ബാക്കി എക്സെട്രയാണ്, കാരണം ഇത് ഇങ്ങനെ നീണ്ടു പോകുന്നുണ്ട്. അടുത്ത് ഈ ഒരു കൂട്ടം -1, -1, -1 എക്സെട്ര n ടേംസ്. ഓക്കെ. സോ 5/9 ഇത് നേരത്തെ ക്വസ്റ്റ്യൻ കമ്പയർ ചെയ്ത് നോക്കി പഠിക്കാം. നമുക്ക് ഇതുവരെ മാത്രമേ നമുക്ക് വ്യത്യാസം വരെ പോകുന്നുള്ളൂ. ഈ 5 കോമൺ ടേം എടുത്തു കഴിഞ്ഞാൽ പിന്നെ നേരത്തെ ചെയ്ത അതേ ആൻസർ ആയിരിക്കും. എവിടെ വ്യത്യാസം? നേരത്തെ ഈ ആൻസർ തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ. അവിടെ 8 ആയിരിക്കും, ഇവിടെ 5 ആയിരിക്കും. വേറെ വ്യത്യാസം അവിടെ വരുന്നില്ല. ഇവിടെ നിങ്ങൾക്ക് അതുപോലെ തന്നെയാണ് വരുന്നത്. എ എന്ന് പറയുന്നത് 10, എ എന്ന് പറയുന്നത് 10, ആർ എന്ന് പറയുന്നത് സെക്കൻഡ് ഡിവൈഡ് ഫസ്റ്റ് 10. അപ്പം എസ് എൻ രണ്ട് ഫോമിലുണ്ട്, ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പോൾ നമുക്ക് ഏത് യൂസ് ചെയ്യാം? r⁻n - 1 ഡിവൈഡ് ബൈ r - 1 മൈനസ് ഓഫ് 1 plus etc. n terms. So 5/9 into 10 into 10⁻n - 1 by 10 - 1 മൈനസ് നമുക്ക് എങ്ങനെ n 5/9 into 10 into 10⁻n - 1 divided by 9 minus n ഇങ്ങനെ വരും. പിന്നെ ഞാൻ പറഞ്ഞ ഒരു സ്റ്റെപ്പ് ഉണ്ട്. നമുക്ക് ഈ സ്റ്റെപ്പിൽ ഫുൾ മാർക്കാണ്. നമുക്ക് വേണമെങ്കിൽ ഈ 5/9 കൊണ്ട് ഇവിടെ 2 ടേമാണുള്ളത്, 1, 2 ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 5/9 ഇൻറ്റു ഇനഫ് ആണെങ്കിൽ, ഇനഫ് ആണെങ്കിൽ മാത്രം ചെയ്യാം. 9/10⁻n - 1 മൈനസ് 5/9 ഇൻറ്റു n. സോ അങ്ങനെ ആകുമ്പോൾ എന്ത് വരും? 50/81 10⁻n - 1 മൈനസ് 5/9 ഇൻറ്റു n. ഇതാണ് ഫൈനൽ ആൻസർ. ടെക്സ്റ്റ് അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ആൻസർ ഉണ്ടാവുക. ഇതൊരു നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ആയിട്ട് കൺസിഡറേഷൻ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ്റെ ടേം മാറുന്നത്. നേരത്തെ നമ്മൾ 8 കോമൺ ആയിട്ട് എടുത്തു, ഇവിടെ 5. പിന്നെ അതേ മെത്തേഡ് തന്നെയാണ് ഓരോ സ്റ്റെപ്പായിട്ട് നമുക്ക് പോകുന്നത്. അങ്ങനെ വലിയൊരു മാറ്റങ്ങളൊന്നും ഇവിടെ വരുന്നില്ല എന്ന കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ. അപ്പോൾ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദി സം ടു n ടേംസ് ഓഫ് ദി ഫോളോയിങ് സീക്വൻസ് 5,55 550. ഈ നേച്ചർ കാണുമ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി വെക്കാം. ഇത് AP ആണ് GP ആണെന്നും പറയില്ല, ഇത് GP തന്നെ ആയിരിക്കും എന്നൊരു ഫാക്ട് കൊണ്ട് വേണം നിങ്ങളത് ചെയ്യേണ്ടത്. ആ കാര്യം മനസ്സിലാക്കി വെക്കാം, അങ്ങനെ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം.